പ്രിയ ശ്രോതാക്കളെ പ്രണാമം. കാവ്യഗന്ധർവൻ വയലാർ രാമവർമ്മയുടെ കാവ്യഭാവനയിൽ വിരിഞ്ഞ വളരെ സവിശേഷതയുള്ള ഗാനത്തിൻ്റെ സൗരഭം നമ്മിലേക്ക് ഈ നിറവാർന്ന സന്ധ്യയിൽ ഒഴുകിയെത്തുകയാണ്. വയലാർ ഈ അമൃതഗാഥ രചിച്ചിരിക്കുന്നത് സംസ്കൃതവും മലയാള ഭാഷയും ഇഴചേർന്ന മണിപ്രവാളത്തിലാണ്. ദേവരാജൻ മാസ്റ്റർ ഇണം നൽകി യേശുദാസും പീലിയലിയും കൂടിയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇത് ചിത്രം യക്ഷിയാണ്. ഹൃദയത്തിൽ പ്രണയം കൊടിയേറി നിൽക്കുന്ന കാമുകൻ ആശകളുടെ സങ്കല്പ ചക്രവാളത്തിൽ നടന്നു നീങ്ങവേ കണ്ട സ്വപ്ന സമാനമായ പ്രണയാഭിലാഷങ്ങൾ തൻ്റെ പ്രണയിനിക്ക് പാടിക്കേൾപ്പിക്കുന്ന അമൃതഗാഥയാണ് ഈ കാവ്യം. നമുക്ക് ഇതിൻ്റെ പല്ലവിയിലേക്കൊന്ന് വരാം. പല്ലവി നോക്കാം. സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളുമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. ഇവിടെ കാമുകൻ അവതരിപ്പിക്കുന്നത് താൻ കാണുന്ന തൻ്റെ പ്രണയിനിയെക്കുറിച്ച് താൻ കാണുന്ന സ്വപ്നങ്ങളുടെ യോഗ്യതയും അതുപോലെ പ്രാപ്തിയും കഴിവിനെയെല്ലാം വിവരിക്കുകയാണ്. എങ്ങനെ? സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. സ്വർണ്ണച്ചാമരം എന്ന് വെച്ചാൽ സ്വർണ്ണത്താൽ നിർമ്മിക്കപ്പെട്ട വെഞ്ചാമരമാണ്. അപ്പോൾ ആ വെഞ്ചാമരത്താൽ വീശിയെത്തുന്ന എൻ്റെ സ്വപ്നങ്ങൾ അത് യോഗ്യതയും പ്രാപ്തിയൊക്കെ ഉള്ളതാണെന്ന് പുള്ളി സ്വയം സമർത്ഥിക്കുകയാണ് അവിടെ. അത് തൻ്റെ അഭിലാഷങ്ങൾ മുഴുവൻ തന്നെ സ്വർഗത്തിൻ്റെ അതിരുകളെ ഉമ്മ വയ്ക്കാൻ കഴിവും പൗത്രതയുമുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ പ്രണയാഭിലാഷങ്ങൾ പെയ്തിറങ്ങേണ്ടത് ഏത് ആകാശത്തിൻ്റെ മേലെ നിന്നാണോ അവിടേക്ക് എത്തിച്ചേരാൻ യോഗ്യതയും പ്രാപ്തിയുമുള്ള സ്വപ്നമാണ് എൻ്റേത് എന്ന് കാമുകൻ അവകാശപ്പെടുകയാണ്. പല്ലവിയിൽ സീമ, ചാമരം എന്നീ വാക്കുകൾ സംസ്കൃത പദമാണ്. നമുക്കിനി അനുപല്ലവിയിലേക്ക് വന്നാൽ ഹർഷലോലനായി നിത്യവും നിൻ്റെ ഹംസതൂലിക ശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നുമീ പന്നശാലയിൽ. കമണികാന്തൻ അല്ലെ കാമുകൻ സ്വപ്നത്തെക്കുറിച്ച് തൻ്റെ പ്രണയിനിയോട് വിവരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പർണശാല എന്ന് വെച്ചാൽ ലതാഗ്രഹമാണ്. നിൻ്റെ ലതാഗ്രഹത്തിൽ ഹംസത്തിൻ്റെ തൂവലുകൾ കൊണ്ട് രൂപപ്പെടുത്തിയ അതിമൃദുവായ നിൻ്റെ മെത്തയിൽ ശയ്യ നിത്യവും ആനന്ദത്താൽ സന്തോഷത്താൽ എന്ന് വെച്ചാൽ ഹർഷം മതിമറന്ന് എൻ്റെ പ്രണയകുസുമങ്ങൾ സമർപ്പിക്കുമെന്ന് കാമുകൻ പറയണം. അതിൻ്റെ കാൽപ്പനികമായ മറ്റൊരു തലത്തിൽ കൂടിയും ഹംസതൂലിക ശയ്യ എന്നൊക്കെ വിശദീകരിക്കാൻ പറ്റും. പ്രണയിനിയുടെ ഹൃദയത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പ്രണയമോഹങ്ങളാൽ കോർത്ത് ഒരുക്കിയ ശയ്യയുമാകാം അത്. ഹർഷലോലം, ശയ്യ തുടങ്ങിയ സംസ്കൃത വാക്കുകളുടെ പ്രയോഗം മണിപ്രവാള ശൈലിയുടെ ഭംഗി വിളിച്ചോതുകയാണ്. 2 പല്ലവിയുണ്ട്. ആദ്യ പല്ലവി കുറേം കൂടി രസമാണ് കേട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. താവകാത്മാവിനുള്ളിലെ നിത്യദാഹമായിരുന്നെങ്കിൽ ഞാൻ. താവകം എന്ന് വെച്ചാൽ നിൻ്റെ എന്നർത്ഥം. ഇപ്പം താവകാത്മാവിൽ എന്ന് പറയുമ്പോൾ നിൻ്റെ ആത്മാവിൽ എന്നും നീ എൻ്റേത് മാത്രമായി മാറാനുള്ള നിൻ്റെ ദാഹമായിരുന്നു. ദാഹം വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല, പക്ഷേ എന്നും എൻ്റേത് മാത്രമായി മാറാനുള്ള ദാഹമായിരുന്നു നിന്നിലുണ്ടായിരുന്നത്. പിന്നീടോ മോഹമാം നിൻ മനോരഥത്തിലെ മോഹമായിരുന്നെങ്കിൽ ഞാൻ. നിശബ്ദമായി
നിൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ നിശബ്ദമോഹമായി മാറാൻ, നിൻ്റെ മനസ്സിലുള്ള നിശബ്ദമായ മോഹമായി മാറാൻ കാമുകൻ ആഗ്രഹിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ പ്രണയിനിയുടെ നിശബ്ദ ചിന്തയിൽ പോലും കാമുകൻ നിറഞ്ഞു നിൽക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇത് ഒരു പ്രണയ തീവ്രതയെയാണ് പ്രകടമാക്കുന്നത്, അല്ലേ? ഇനി മനോരഥം എന്നാൽ മനസ്സിലെ ചിന്തകളാൽ നയിക്കപ്പെടുന്ന രഥമായിട്ട് സങ്കല്പിക്കുന്ന ഒരു ഭാരതീയ കാവ്യസങ്കല്പങ്ങളാണത്. നമ്മുടെ ഉപനിഷത്തൊക്കെ എടുത്തു നോക്കിയാൽ ധാരാളം ഭാഗത്ത് ഈ വാക്കുകൾ കാണാൻ പറ്റും. മനോരഥം. ഇനി അടുത്തത് എന്താണ്? നൃത്തലോലനായി നിത്യവും നിൻ്റെ മുഗ്ധസങ്കൽപ്പമാകവേ, നീ എന്നിൽ എന്നും നൃത്തം ചെയ്യുന്ന രൂപവതിയെ കണ്ട് ആനന്ദിക്കുന്ന എൻ്റെ മനസ്സിന്, എന്നുവെച്ചാൽ നീ എന്നിൽ എന്നും നൃത്തം ചെയ്യുന്ന രൂപവതിയായി കണ്ട് ആനന്ദിക്കുന്ന എൻ്റെ മനസ്സിന് പവിത്രമായ നൃത്തസങ്കല്പമായി നീ മാറുകയാണ്. മുഗ്ധസങ്കല്പം എന്ന് വെച്ചാൽ പവിത്രമായ സങ്കല്പം എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെയോ, വന്നു ചാർത്തിക്കുമായിരുന്നു ഞാൻ എന്നിലെ പ്രേമസൗരഭം, എന്നിൽ നൃത്തസങ്കല്പമായി രമിക്കുന്ന നിന്നിലേക്ക് എന്നുവെച്ചാൽ പ്രണയിനിയിലേക്ക് പ്രണയത്തിൻ്റെ സുഗന്ധചന്ദനം ചാർത്തി നിന്നെ ഞാൻ ധന്യമാക്കും. പ്രേമസൗരഭ്യം എന്ന് വെച്ചാൽ പ്രണയത്തിൻ്റെ സുഗന്ധമാണ്. ഇത്ര മനോഹരമായിട്ടാണ് വയലാർ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. നോക്കൂ, ഇവിടെ താവകം, ആത്മാവ്, മൂകം, മനോരഥം, നൃത്തലോല, മുഗ്ധസങ്കല്പം, പ്രേമസൗരഭം എന്നീ സംസ്കൃത പദപ്രയോഗങ്ങളാൽ മലയാളത്തിൻ്റെ ലാളിത്യവും കൂടി ചേർന്നപ്പോൾ എത്ര മനോഹരമായിട്ട് മാറുന്നു മണിപ്രവാളം. അടുത്ത ലാസ്റ്റ് ചരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഗായകാനിൻ വിപഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ. എന്താ പ്രണയിനി തൻ്റെ കാമുകനെ ഒരു ഗായകനായിട്ട് ചിത്രീകരിക്കുകയാണ്. വിപഞ്ചിക എന്ന് വെച്ചാൽ വീണയെന്നാണ്. തൻ്റെ കാമുകൻ്റെ ഹൃദയമാകുന്ന വീണയിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഗാനമായി മാറാൻ പ്രണയിനി ആഗ്രഹിച്ചു പോവുകയാണ്. ഗായക നിൻ വിപഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ. അവിടെ വീണ്ടും നമ്മൾ കുറച്ചും കൂടി വിശദീകരണത്തിൽ പോവുകയാണെങ്കിൽ വീണയും അതിൽ നിന്ന് ഉതിർന്നു വീഴുന്ന സംഗീതവും വേർപിരിക്കാനാവാത്തതാണ്. അതുപോലെയാണ് ഇവരുടെ പ്രണയവും. എന്ന് വെച്ചാൽ ഞാനും കാമുകനും കാമുകിയും ഒരിക്കലും വേർപിരിയാൻ കഴിയാത്തതായി മാറണമെന്ന തീവ്രമായ ആഗ്രഹമാണ് ഗാനമായി ഇരുന്നെങ്കിൽ എന്ന പ്രയോഗത്തിലുള്ളത്. ഇത്ര മനോഹരമാണല്ലേ? ഓരോ വാക്മയങ്ങളും വയലാർ ഉപയോഗിക്കുന്നതിൻ്റെ ആ ചാരുത നോക്കൂ. അടുത്തതോ, കൽപ്പന താവകാങ്കുലി ലാളിതമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ. താവകാങ്കുലി, നിൻ്റെ വിരലുകൾ തഴുകുമ്പോൾ ഉണരുന്ന സംഗീതത്തിൻ്റെ താളമായി മാറാൻ പ്രണയിനി ആഗ്രഹിക്കുകയാണ്. കണ്ടോ, നിൻ്റെ വിരലുകൾ തഴുകുമ്പോൾ ഉണ്ടാകുന്ന സംഗീതത്തിൻ്റെ താളമായി മാറാൻ പ്രണയിനി ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ കാമുകൻ്റെ സ്പർശനത്താൽ മാത്രം വിരിയുന്ന ലയമായി താളമായി മാറണം എന്നാണ് പ്രണയിനിയുടെ മോഹം. കൽപ്പനകൾ ചിറകണിയുന്ന പുഷ്പമംഗല്യ രാത്രിയിൽ. കൽപ്പന, സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിരിയുന്ന പുഷ്പമാംഗല്യ രാത്രിയിൽ. ഈ പുഷ്പമാംഗല്യ രാത്രി എന്ന് വെച്ചാൽ പുഷ്പങ്ങൾ പൂത്തു നിൽക്കുന്ന രാത്രിയിൽ. ആ പൂത്തു നിൽക്കുന്ന രാത്രിയിൽ വന്നു ചോടിക്കുമായിരുന്നു ഞാൻ എന്നിലെ രാഗമാലിക. അന്ന് എൻ്റെ ഉള്ളിൽ ഉണർന്ന് വിടർന്നു നിൽക്കുന്ന പ്രണയത്തിൻ്റെ വിവിധ ഭാവങ്ങൾ കോർത്ത് ഒരു രാഗമാല നിനക്ക് ചാർത്തും. ഇപ്പോൾ കാമുകൻ്റെ ഉള്ളിൽ
പ്രണയിനി വിരിയിപ്പിച്ച അനുഭൂതികളെ മുഴുവനായി കോർത്തിണക്കി ഒരാഗമാലികയാക്കി തൻ്റെ പ്രണയിനിക്ക് ചൂടിക്കാൻ കാമുകൻ ആഗ്രഹിക്കുകയാണത്. ഒന്നിലധികം രാഗങ്ങൾ കോർത്തിണക്കി ആലപിക്കുന്നതിനെയാണ് രാഗമാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാം ചരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃത പദങ്ങൾ വിഭഞ്ചികയാണ്. അങ്കുലി, ലാളിതം, കൽപ്പന, പുഷ്പമംഗല്യം, രാഗമാലിക ഇങ്ങനെയുള്ള സംസ്കൃത പദങ്ങൾ മലയാള പദങ്ങളുമായി ചേർന്ന് മണിപ്രവാള ചാരുത നൽകുകയാണ് നമ്മുടെ കാവ്യഗന്ധർവനിവിടെ. ഒരു പ്രണയത്തിൻ്റെ പ്രകാശമയൂഹം പോലെ ഈ അമൃതഗാഥ എന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കും എന്ന പ്രത്യാശയോടെ ഇന്നിവിടെ നമ്മൾ വിട പറയുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഗാനം ആലപിച്ചിട്ട് ഇന്നിവിടെ പിരിയട്ടെ. ഗുഡ് ബൈ. സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകളുമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകളുമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, ഹർഷലോലനായി നിത്യവും നിന്റെ ഹംസതൂലിക ശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നുമീ പർണശാലയിൽ, താവകാത്മാവിനുള്ളിലെ നിത്യദാഹമായിരുന്നെങ്കിൽ ഞാൻ, താവകാത്മാവിനുള്ളിലെ നിത്യദാഹമായിരുന്നെങ്കിൽ ഞാൻ, മുഖമാം നിൻ മനോരഥത്തിലെ മോഹമായിരുന്നെങ്കിൽ ഞാൻ, നൃത്തലോലനായി നിത്യവും നിന്റെ മുഗ്ധസങ്കൽപ്പമാകവേ വന്നു ചാർത്തിക്കുമായിരുന്നു ഞാൻ എന്നിലെ പ്രേമസൗരഭം. ഗായകാനിൻ വിഭഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ, ഗായികേ നിൻ വിഭഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ, താവകാങ്കുലി ലാളിതമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ, കൽപ്പനകൾ ചിറകണിയുന്ന പുഷ്പമംഗല്യ രാത്രിയിൽ വന്നു ചൂടിക്കുമായിരുന്നു ഞാൻ എന്നിലെ രാഗമാലിക, സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകളുമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.